അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചില ആളുകൾ പ്രയാസം അങ്ങേയറ്റമുണ്ടായിട്ടും അദ്ദേഹം ദീനിനു വേണ്ടി പോരാടുന്നത് കണ്ടപ്പോൾ ചില ആളുകൾ ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾ വിശ്രമിക്കാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു മുഅ്മിൻ അവൻ വിശ്രമിക്കുന്നത് അവൻ്റെ വലതുകാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസത്തിലാണ്. അന്നാണ് അവൻ്റെ വിശ്രമം ആരംഭിക്കുന്നത്. അതുവരെ വിശ്രമമില്ലാത്ത പണിയാണ്. ആ വിശ്രമം ആരംഭിക്കുന്നത് ഈ വാക്കോടുകൂടിയാണ്, ഞാനിതാ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു പറയുന്നു, റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നു പറയാൻ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, അള്ളാഹുവിന് വേണ്ടിയാണ് അവർ ജനങ്ങളിൽ പലരുടെയും കോപം വാങ്ങിച്ചു വെച്ചത്. ജനങ്ങളിൽ പലരുടെയും വെറുപ്പ് അവർ സമ്പാദിച്ചത് റബ്ബിനു വേണ്ടിയാണ്. അവർ ഹലാൽ മാത്രം ജീവിതത്തിൽ സ്വീകരിച്ചപ്പോൾ അവരോട് വെറുപ്പ് കാണിച്ച പല ആളുകളുമുണ്ട്. ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ തന്നെ, ചിലപ്പോൾ അവൻ്റെ ഭാര്യ തന്നെയായിരിക്കാം. അവൻ അള്ളാഹുവിൻ്റെ ദീൻ ജീവിതത്തിൽ പുലർത്തിയപ്പോൾ അവനുമായി അകൽച്ച കാണിച്ച എത്രയോ കുടുംബക്കാരുണ്ട്, അയൽവാസികളുണ്ട്, അവൻ്റെ പരിചയക്കാരുണ്ട്, അവനുമായി അടുത്ത ബന്ധം പാലിച്ചിരുന്ന കൂട്ടുകാരുണ്ട്. പക്ഷേ അവരിൽ പലരും അവൻ്റെ അടുക്കൽ നിന്ന് അകന്നു പോകാൻ കാരണമായത് അവൻ അള്ളാഹുവിൻ്റെ തൃപ്തി അന്വേഷിച്ചതാണ്. എത്ര ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പറഞ്ഞതുപോലെ, ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഗരീബൻ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായാണ്. ചിന്തിച്ചിട്ടുണ്ടോ ആ വാക്കിനെ കുറിച്ച് നിങ്ങൾ? ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അപരിചിതമായാണ് ആരംഭിച്ചത്. എന്താണ് ഈ അപരിചിതത്വം എന്ന് പറഞ്ഞാൽ, മക്കയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോകും. അവരിങ്ങനെ വിരലുകൾ കൊണ്ട് ചൂണ്ടിക്കൊണ്ട് പറയും, നബിയാണെന്ന് പറയുന്നവനാണ് നടന്നു പോകുന്നത്, നബിയാണത്രേ. നമ്മളാരും കേൾക്കാത്ത വർത്തമാനമാണ് ഈ പറയുന്നത്. എന്നാലോചിച്ചു നോക്കുക, അങ്ങനെ നടന്നു പോകുന്നൊരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകൾ അവരെ ചൂണ്ടിക്കൊണ്ട് അവർ പറയും, പുതിയ മതക്കാരനാണ്, സാബിയാണ്, നമുക്കൊന്നും പരിചയമില്ലാത്ത ദീനെടുത്തവനാണ്. അവന്റെ നാട്ടിലുള്ളവർ അവനെ പരിചയമില്ലാത്തതുപോലെയാണ് പെരുമാറുന്നത്. അവന്റെ വീട്ടിലുള്ളവർ പോലും അവനോട് പെരുമാറുന്നത് അങ്ങനെയാണ്. ഇതാണ് ബദഅ അൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അപരിചിതമായാണ് ആരംഭിച്ചത്. വസയഊദു ഗരീബൻ, അത് അപരിചിതമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. ദീൻ ജീവിതത്തിൽ പാലിക്കുന്നത് എന്തോ അത്ഭുതകരമായ കാര്യമായ ആളുകൾ കാണുന്ന അവസ്ഥയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ അൽ ഖാബിദു അലാ അൽ ഖായിമു ബിദീനിഹി കൽ ഖാബിദി അലാ ജംറത്തിൻ മിൻ നാർ. അള്ളാഹുവിന്റെ ദീൻ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്നവൻ കയ്യിൽ ഒരു തീക്കനൽ ഇങ്ങനെ കയ്യിൽ എടുത്തു പിടിച്ചതുപോലെ ഉണ്ടാകും. ഇസ്ലാമിന്റെ അടയാളങ്ങൾ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ. ഒരാൾ 18 വയസ്സായാൽ, ഇപ്പോൾ നാട്ടിൽ അനുവദിക്കപ്പെട്ട വർഷ സമയതാണ്, 18 വയസ്സിൽ ഒരാൾ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവൻ്റെ കുടുംബത്തിലും അവൻ്റെ പരിചയക്കാർക്കിടയിൽ അവൻ നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങൾ? ആൾ പറയുന്നതൊക്കെ ഇത്ര തിരക്കാണോ, ഇപ്പം തന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്, കുറച്ചുകൂടി സമയം കാത്തിന്, ജീവിതം അടിച്ചു പൊളിക്കേണ്ടതല്ലേ? എന്നാൽ 15 വയസ്സുള്ള ഒരുത്തൻ ഗേൾഫ്രണ്ടായിട്ട് ബൈക്കിൻ്റെ മേലെ കറങ്ങി നടന്നാലോ, എന്താണ് പുതിയ കുട്ടികൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയും. അതിൽ ആളുകൾ ഒരു പ്രശ്നം, ഒന്ന് ഹറാമാണ്, ഒന്ന് ഹലാലാണ്, ഒന്ന് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, അള്ളാഹു വിലക്കിയതാണ്, ഗുരുതരമായ തിന്മയാണ്. മറ്റൊന്ന് അള്ളാഹു അനുവദിച്ചതാണ്, അല്ല പ്രോത്സാഹനം നൽകിയ കാര്യമാണ്. എല്ലാ നബിമാരും വിവാഹം കഴിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്. യുവാക്കളുടെ സമൂഹമേ, നിങ്ങൾ സാധിക്കുന്നവർ വിവാഹം കഴിക്കുക. ഫഇന്നഹ അഗദ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്. നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്താൻ അത് നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ ഗുഹ്യസ്ഥാനം സംരക്ഷിക്കാൻ നിങ്ങൾക്കത് എളുപ്പം നൽകും. പക്ഷേ നോക്കൂ, നിങ്ങൾ ദീൻ ജീവിതത്തിൽ പാലിക്കുന്നത് ആളുകളുടെ കോപം വാങ്ങിച്ച് നൽകുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുക, അതാണ് ഇസ്ലാമിന്റെ അപരിചിതത്വത്തിന്റെ കാലഘട്ടം. അങ്ങനെ ദീൻ പാലിച്ചതിന്റെ പേരിൽ ജനങ്ങളുടെ വെറുപ്പ് വാങ്ങിച്ചവർ, അവർക്ക് അള്ളാഹു പകരം നൽകുന്നത് എന്താണ്? റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെടും. അതാണ് അവർക്ക് പകരം നൽകാനിരിക്കുന്നത്. റളിയല്ലാഹു അൻഹും വറദു അൻ, അള്ളാഹു അവരെ തൃപ്തിപ്പെടുമെന്ന് മാത്രമല്ല
അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെടും. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൃപ്തിപ്പെടുവോളം നൽകുന്നതാണ്. അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. അതല്ലെങ്കിൽ അവനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. പക്ഷേ പരലോകത്തെത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് തൃപ്തി വരുവോളം നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്.